കേരളത്തിൽ കടലിനടിയിലൂടെ ഒരു കാർ യാത്ര കേൾക്കുമ്പോൾ സയൻസ് ഫിക്ഷൻ സിനിമ പോലെ തോന്നുന്നുണ്ടല്ലേ? എന്നാൽ ഇന്ത്യൻ തിരമാലകൾക്ക് താഴെ തുരങ്കങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇന്ത്യയുടെ ഈ ബൃഹത്തായ കടലിനടിയിലെ നിർമ്മാണ പദ്ധതികൾക്ക് പിന്നിലെ സത്യം എന്താണ്? ഇത് യാഥാർത്ഥ്യമാണോ അതോ വെറും ഒരു സ്വപ്നം മാത്രമാണോ? നമുക്ക് നോക്കാം. ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന കൂറ്റൻ നിർമ്മിതികൾക്ക് പേരുകേട്ട രാജ്യമാണ് ഇന്ത്യ. ഇപ്പോൾ നമ്മുടെ എഞ്ചിനീയർമാർ കടലിന്റെ അടിത്തട്ടിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. രാജ്യത്തെ പ്രധാന നഗരങ്ങളെ കടലിനടിയിലൂടെ ബന്ധിപ്പിക്കുക എന്ന ആശയം പുതിയതല്ല. എന്നാൽ ഇപ്പോഴിത് വെറും ചർച്ചകളിൽ ഒതുങ്ങുന്നില്ല. ഇന്ത്യയുടെ ചില സ്വപ്ന പദ്ധതികൾ യാഥാർത്ഥ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ കടലിനടി തുരങ്കങ്ങൾ യാഥാർത്ഥ്യമാണെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മുംബൈയിലെ കോസ്റ്റൽ റോഡ് പദ്ധതി. ഈ പദ്ധതിയുടെ ഭാഗമായി കടലിനടിയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഇരട്ട തുരങ്കങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞു. ഗിർഗാവോണിൽ നിന്ന് ആരംഭിച്ച് അറബിക്കടലിനടിയിലൂടെ മലബാർ ഹിൽ വഴി പ്രിയദർശിനി പാർക്കിൽ എത്തുന്ന ഈ 2.07 കിലോമീറ്റർ തുരങ്കങ്ങൾ ഒരു എഞ്ചിനീയറിന്റെ അത്ഭുതം തന്നെയാണ്. സമുദ്രത്തിൽ നിന്ന് 17 മുതൽ 20 മീറ്റർ വരെ താഴെയാണ് ഈ തുരങ്കങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. മാവല എന്ന് പേരിട്ടിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ടണൽ ബോറിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് ഈ ദൗത്യം പൂർത്തിയാക്കിയത്. ഗതാഗതക്കുരുക്ക് കുറയ്ക്കുക മാത്രമല്ല, മുംബൈയുടെ മുഖഛായ തന്നെ മാറ്റാൻ ഈ പദ്ധതിക്ക് കഴിഞ്ഞു. 2024 മാർച്ചിൽ ഇതിന്റെ ആദ്യഘട്ടം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. മുംബൈയിലേത് ഒരു തുടക്കം മാത്രമാണ്. ഇതിലും വലിയ ചില പദ്ധതികൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഒന്ന് ബുള്ളറ്റ് ട്രെയിൻ തുരങ്കം. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ ഭാഗമായി താനെ കടലിടുക്ക് താഴെ 7 കിലോമീറ്റർ നീളമുള്ള കടലിനടി തുരങ്കം നിർമ്മിക്കുന്നുണ്ട്. ഇത് പൂർത്തിയാകുമ്പോൾ ബുള്ളറ്റ് ട്രെയിനുകൾ മണിക്കൂറിൽ 250 കിലോമീറ്റർ വേഗതയിൽ ഈ തുരങ്കത്തിലൂടെ പായും. 2. ഇന്ത്യ ശ്രീലങ്ക തുരങ്കം. ഇന്ത്യയെയും ശ്രീലങ്കയെയും ബന്ധിപ്പിച്ച് കടലിനടിയിലൂടെ ഒരു തുരങ്കപാത നിർമ്മിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ 23 കിലോമീറ്റർ പദ്ധതി യാഥാർത്ഥ്യമായാൽ അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര വിനോദസഞ്ചാര മേഖലകളിൽ വിപ്ലവം സൃഷ്ടിക്കും. ഇതിന്റെ സാധ്യതകളെ കുറിച്ച് പഠനങ്ങൾ നടക്കുന്നുണ്ട്. 3. കൊച്ചിയിലെ തുരങ്കപാത. കൊച്ചിയിലെ വൈപ്പിനെയും ഫോർട്ട് കൊച്ചിയെയും ബന്ധിപ്പിച്ച് കപ്പൽ ചാലിനടിയിലൂടെ ഒരു തുരങ്കം നിർമ്മിക്കാനുള്ള പദ്ധതിയും സജീവ പരിഗണനയിലാണ്. ഇത് യാഥാർത്ഥ്യമായാൽ 16 കിലോമീറ്റർ റോഡ് യാത്ര വെറും 3 കിലോമീറ്ററായി കുറയും. ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും ബന്ധിപ്പിക്കുന്ന യൂറോ ടണൽ പോലുള്ള പദ്ധതികൾ ലോകത്ത് മുമ്പും വിജയിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ജനസാന്ദ്രതയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും കണക്കിലെടുക്കുമ്പോൾ ഇത്തരം തുരങ്കങ്ങൾക്ക് ഇവിടെ വലിയ പ്രാധാന്യമുണ്ട്. ഗതാഗതക്കുരുക്ക് കുറയ്ക്കാനും യാത്രാസമയം ലാഭിക്കാനും തീരദേശ നഗരങ്ങളെ തമ്മിൽ എളുപ്പത്തിൽ ബന്ധിപ്പിക്കാനും ഇത് സഹായിക്കും. തീർച്ചയായും ഭീമമായ നിർമ്മാണ ചെലവ്, പാരിസ്ഥിതികമായ ആഘാതങ്ങൾ, സങ്കീർണമായ എഞ്ചിനീയറിംഗ് വെല്ലുവിളികൾ എന്നിവയെല്ലാം ഇതിലുമുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ കടലിനടി തുരങ്കങ്ങൾ യാഥാർത്ഥ്യമോ ഭാവനയോ? ഉത്തരം ഇതാണ്: ഇത് രണ്ടും ചേർന്നതാണ്. മുംബൈയിലെ കോസ്റ്റൽ റോഡ് തുരങ്കവും ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ ഭാഗമായ തുരങ്കവും യാഥാർത്ഥ്യമാണ്. അവ ഇന്ത്യയുടെ നിർമ്മാണ വൈദഗ്ധ്യത്തിന്റെ പ്രതീകങ്ങളായി മാറിക്കഴിഞ്ഞു. എന്നാൽ ഇന്ത്യ ശ്രീലങ്ക, കൊച്ചിയിലെ തുരങ്കപാത തുടങ്ങിയവ ഇപ്പോഴും ചർച്ചകളുടെയും ആസൂത്രണത്തിന്റെയും ഘട്ടത്തിലാണ്. അവ യാഥാർത്ഥ്യമാവുക എന്ന് സർക്കാരുകളുടെ തീരുമാനങ്ങളെയും സാമ്പത്തിക പാരിസ്ഥിതിക സാഹചര്യങ്ങളെയും ആശ്രയിച്ചിരിക്കും. ഒരു കാര്യം ഉറപ്പാണ്: ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് സ്വപ്നങ്ങൾക്ക് ഇപ്പോൾ ആകാശത്തിനും ആഴക്കടലിനും അതിരുകളില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.